മഹാനായ ശൈഖുന ഉസ്താദ് അവർകൾ മഹാനായ ശൈഖുന കന്യാലമൂല തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ബഹുമാനപ്പെട്ട സാലി കാക്കാവറുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ മഹത്തായ സദസ്സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അലി ഹാഷിം നദ്വി തങ്ങളവറുകൾ, വേദിയിലെ ഏറെ ബഹുമാന്യരായ ഉസ്താദന്മാരെ, നമ്മുടെ മഹത്തായ സ്ഥാപനത്തിൻ്റെ മുപ്പത്തിമൂന്നാം വാർഷിക 22ാം സന്നദ്ധാന മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സെക്ഷനിലാണ് നമുക്ക് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് മഹാനായ ശൈഖുനയുടെ നേതൃത്വത്തിൽ ബദർ മൗലിദ് സദസ്സ് നടന്നു. അതിനുശേഷം മഹത്തായ നമ്മുടെ ഈ സൗദത്തിലെ പതാക ഉയർത്തൽ കർമ്മവും നടന്നു കഴിഞ്ഞിരിക്കുക. ഇനി ഇൻഷാ അല്ലാഹ് ഇതിനുശേഷം അസ്ർ നമസ്കാരാനന്തരം മഹത്തായ നമ്മുടെ ഖദരിയ നഗരിയിൽ വെച്ചുകൊണ്ടുള്ള പതാക ഉയർത്തലും രാത്രി മഹാനായ ശൈഖുനയുടെ നേതൃത്വത്തിലുള്ള കുത്തുബിയത്ത് സദസ്സ് നടക്കുകയാണ്. ഇർഫാനിയെ സംബന്ധിച്ചിടത്തോളം ഇർഫാനിയ അറബി കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യകതയില്ല. കാരണം ഇത് കേവലം 4 ചുമരുകൾക്കകത്തുള്ള ഒരു ഓത്തുപള്ളി അല്ല, മറിച്ച് ഇർഫാനിയ എവിടെയുണ്ടോ അവിടെയൊക്കെ തന്നെ അവിടെയുള്ള സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ നവമണ്ഡലങ്ങളൊക്കെ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനമായി വളർന്നിരിക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഓതി പഠിച്ച് പുറത്തു പോകുന്ന ഇർഫാനി ബിരുദം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇർഫാനിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയൊക്കെ തന്നെ സമൂഹം കാണുന്നത് ഇർഫാനികൾ എന്ന രീതിയിലാണ്. നമുക്കറിയാം, നമുക്കൊക്കെ നമ്മുടെ സമൂഹം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ സൂചിപ്പിക്കുക അവർ ഇർഫാനികൾ എന്നാണ്. ഇർഫാനി ബിരുദം നേടിയവർക്ക് പുറമെ നമ്മെ പോലെയുള്ള നാടന്മാരെയും പൊതുസമൂഹം കാണുന്നത് ഇർഫാനി എന്ന രീതിയിൽ തന്നെയാണ്. അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ ബാധ്യതയും ഉത്തരവാദിത്വവും തീരുമാനമുണ്ട്, ഇർഫാനിയൊരു നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരേണ്ടത് വളരെ അനിവാര്യമാണ്. നമ്മുടെ കുടുംബത്തിലുമായിരിക്കണം, നമ്മുടെ മക്കളിൽ കാണിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നാം എവിടെയൊക്കെയോ ചെലവഴിക്കുന്നുവോ അവിടെയൊക്കെ തന്നെ നമ്മുടെ മഹത്തായ സ്ഥാപനത്തിൻ്റെ സാന്നിധ്യം. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തെ നിയന്ത്രിച്ചു പോകുന്നത്, ഈ സംരംഭത്തെ നിയന്ത്രിച്ചു പോകുന്നത് മഹാനായ ശൈഖുന ഉസ്താദ് അവർകൾ. നമുക്കറിയാം, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഒരു തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണോ സംരക്ഷിക്കപ്പെടുന്നത് ആ രീതിയിലാണ് മഹാനായ ശൈഖുന നമ്മെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരുപാട് വരുമ്പോഴും നമ്മുടെ നന്മ ഓർത്തുകൊണ്ട്
നമ്മുടെ മുന്നോട്ടുള്ള ഗമനമോർത്തുകൊണ്ട് നാം വഴിതെറ്റി പോകാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ പ്രതിസന്ധികളെയും സ്വയം സഹിച്ചുകൊണ്ട്, സ്വയം ക്ഷമിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മാത്രമായാണ് മഹാനായ ശൈഖുന ഇത്രയും വർഷം, ഒരു പുരുഷായുസ് മുഴുവനും നമുക്ക് വേണ്ടി മാത്രമാണ് ശൈഖുന ജീവിച്ചത് എന്ന് നമുക്കൊക്കെ പറയാൻ കഴിയും. ഈ സ്ഥാപനം കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന സംരംഭങ്ങൾ കൊണ്ടോ ഇവിടെ നിന്ന് കിട്ടുന്ന സംഭാവനകൾ കൊണ്ടോ ഒരിക്കൽ പോലും ജീവിക്കുവാനോ അല്ലെങ്കിൽ തൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പോലും ചെലവഴിക്കാൻ ഒരു നായാ പൈസ പോലും മഹാനായ ശൈഖുന ചെലവഴിക്കുന്നില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം എന്താണ് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നത്? അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ഇത്രയേറെ നമുക്ക് വേണ്ടി നമ്മുടെ ജീവിത ലക്ഷ്യം അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ അവസാനം നന്നാവണം, നിങ്ങൾ നന്നാവണം, നമ്മൾ നന്നാവണം എന്നാഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മാത്രം ഈ കാലയളവ് മുഴുവൻ നമുക്ക് വേണ്ടി ചെലവഴിച്ച ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും നമുക്കറിയാം, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും നമ്മെ അനുഗ്രഹിക്കുവാൻ, നമുക്ക് നന്മ പറഞ്ഞു തരുവാൻ, നമുക്ക് നേർമാർഗം കാണിച്ചു തരുവാൻ എന്നും കഷ്ടപ്പെട്ടു വരുന്ന മഹാനായ ശൈഖുന, ആ ശൈഖുനയോട് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് എന്താണ്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ഇതിൻ്റെ ജൂനിയർ സ്ഥാപനങ്ങൾ വളർന്നു വരികയാണ്. കേരളത്തിന് പുറത്ത് മംഗലാപുരത്ത് ജൂനിയർ സ്ഥാപനം വളരുകയാണ്. ലക്ഷദ്വീപിൽ ഇതിൻ്റെ ജൂനിയർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഇവിടെയൊക്കെ പ്രവർത്തനത്തിൽ ആ സ്ഥാപനവുമായുള്ള അഭേദ്യമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു കറുത്ത പൊട്ട് ഉണ്ടാകാൻ പാടില്ല. ഒരു കഥാകാരൻ പറഞ്ഞൊരു സംഭവമുണ്ട്. വലിയ ഗ്രൗണ്ടിലേക്ക് ആളുകളെ വിളിച്ചു ചേർത്തു. അദ്ദേഹം ആ ചുമരിൽ വലിയ ക്യാൻവാസ്, വെളുത്ത ക്യാൻവാസ് അവിടെ പിരിച്ചു. എന്നിട്ട് ആ കൂടിയിരുന്ന ജനങ്ങളുടെ മുന്നിൽ വെച്ച് അവർ പറയാന്ന്, നിങ്ങൾ ഈ ചെമ്മരിൽ എന്താണ് കാണുന്നത്? വെളുത്ത ക്യാൻവാസ് കാണുന്നു. അതിനുശേഷം അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ മാർക്കർ കൊണ്ട് അതിലൊരു വട്ടമിട്ടപ്പോൾ ജനങ്ങൾ ഒന്നിച്ചു പറയുകയുണ്ടായി, അവിടെ ഒരു കറുത്ത പുള്ളിയാണ് ഞങ്ങൾ കാണുന്നത്. നമ്മൾ എത്ര നന്മ പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ ഇടയിൽ നിന്ന് ചെറിയൊരു കറുത്ത പുള്ളി വന്നു കഴിഞ്ഞാൽ അത് പറയുക നമ്മളെയല്ല. ഇപ്പോൾ OK ഇബ്രാഹിംകുട്ടിയുടെ വശത്ത് നിന്ന് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആളുകൾ പറയേണ്ട, അത് അവിടുത്തെ ചെക്കന്, അവിടെ ഇർഫാനുമായി ബന്ധപ്പെട്ടത്, ഓൻ ഇർഫാനിന്റെ ആളല്ലേ എന്നാണ് പറയുക. എൻ്റെ ഉപ്പാന്റെ പേര് പറയൂല, എൻ്റെ കുടുംബത്തിന്റെ പേര് പറയൂല, എൻ്റെ മറ്റൊന്നും പറയില്ല. പറയാത്ത അത് ഇർഫാനല്ലേ. ഈ രീതിയിൽ സമൂഹം നമ്മെ കാണുകയാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ ചിട്ട ആ രീതിയിലായിരിക്കണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നു, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടാണ് 35 വർഷത്തിലേറെയായി ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ എല്ലാം മഹാനായ ശൈഖുനയാണ്. അതുപോലെ തന്നെ മഹാനായ ശൈഖുനയോടൊപ്പം അവിടുത്തെ നിഴല് പോലെ പ്രവർത്തിക്കുന്ന മഹാനായ വലിയുല്ലാഹി അഹമ്മദ് സാഹിബ്, എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി നമ്മൾ എത്ര വിഷമഘട്ടങ്ങൾ അവരെ സമീപിച്ചാലും സന്തോഷത്തോടുകൂടി നമുക്ക് നല്ല മാർഗങ്ങൾ പറഞ്ഞു തരുന്ന മഹാനായ വലിയുല്ലാഹി അഹമ്മദ് സാഹിബ്, അവരുടെയൊക്കെ മനസ്സിൽ വേദന ഉണ്ടാകുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അവർ പുഞ്ചിരിക്കുന്ന മുഖം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത്, സാധാരണ ഞങ്ങൾ ഇർഫാനിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. ഞാൻ നീട്ടി പറയുന്നില്ല, സമയം ഒരുപാട് വൈകി. ഞാൻ നീട്ടി പറയാൻ, ഞങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. മഹാനായ ശൈഖുന ആദ്യഘട്ടങ്ങളിൽ 2 ആഴ്ചയിൽ ഒരു ദിവസം കൃത്യമായി നമ്മുടെ സ്ഥാപനത്തിൽ വരുമായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കും. എന്തുകൊണ്ട്? എത്രത്തോളം ആകാംക്ഷ എന്ന് വെച്ചാൽ, സ്വന്തം പിതാവ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ നമ്മളൊക്കെ കാത്തിരിക്കും. എന്നിട്ടോ അവിടുന്ന് പെട്ടി തുറന്ന് എന്താണ് നമുക്ക് തരുന്നത് എന്ന് സന്തോഷത്തോടു കൂടി നാം അത് സ്വീകരിക്കും. അതുപോലെ തന്നെയാണ് മഹാനായ ശൈഖുന. ആ 2 ആഴ്ച കൂടുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അവസാനം പോകുന്ന സന്ദർഭത്തിൽ ഇവിടെ ഏൽപ്പിച്ചുകൊണ്ട് ഈ സംവിധാനത്തിന്റെ നല്ല നടപ്പിന് വേണ്ടിയാണ് എല്ലാം വിനിയോഗിച്ചത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നും ആ തണലിൽ
അവിടുത്തെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് ജീവിക്കുവാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ഈ ഒത്തുകൂടലിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സമ്മേളനം 4 ദിവസങ്ങളിലായി ഇവിടെ നടക്കുകയാണ്. ഇന്ന് നമ്മൾ തുടങ്ങി, ഇന്നലെ രാത്രി മുതൽ ആളുകൾ വന്നു തുടങ്ങി. ഇന്ന് മുതൽ തുടങ്ങുകയാണ്. 4 ദിവസം നമ്മുടെ ഈ സ്ഥാപനത്തിനൊരു അച്ചടക്കമുണ്ട്. ആ അച്ചടക്കം 100% പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ടോണുകളിലൊക്കെ പെരുമാറേണ്ടതും ആ ടോണുകളിലൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടതും നമ്മുടെ സമീപനം ഉണ്ടാവേണ്ടതും ആ രീതിയിലായിരിക്കണം എന്ന് പറയുകയാണ്. ഈ സമ്മേളനം കഴിഞ്ഞ് ഞായറാഴ്ച മഗ്‌രിബിന് ശേഷം മഹാനായ ശൈഖുനായുടെ നസീഹത്തും അവിടുത്തെ ആ പ്രാർത്ഥനയും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കണം, വീണ്ടും വീണ്ടും സമ്മേളനം വന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു കൊണ്ടാണ് നമ്മളൊക്കെ പോകുന്നത്. ആ രീതിയിലായിത്തീരാൻ ഞാൻ ശ്രമിക്കുക എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ഹാഷിം തങ്ങളവരുടെ പ്രിയപ്പെട്ട പിതാവ് നമ്മുടെ സ്ഥാപനവുമായി നിത്യബന്ധമുള്ളവരും നമ്മുടെ സ്ഥാപനത്തിൻ്റെ സകല പുരോഗതിക്ക് വേണ്ടി നമ്മോടൊപ്പം നിന്ന ആളാണ് മഹാനായ തങ്ങളുടെ ബഹുമാനപ്പെട്ട പിതാവ്. അദ്ദേഹത്തിൻ്റെ പാതയിൽ തന്നെയാണ് മകനും നമ്മുടെ ഈ സ്ഥാപനത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത്. മഹാനായ അവർകളെ എല്ലാവിധ അർഹിക്കുന്ന ആദരവ് ബഹുമാനോടുകൂടി ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്ന നമ്മുടെയൊക്കെ നമ്മളെപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന മഹാനായ മൂലാ തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ, കണ്യാല മൂലാ തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ സാലിഹ് അവർകളാണ്. അതും ഈ വേദിയിൽ നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ മഹാനായ ശൈഖുനായുടെ മക്കളും ഈ സദസ്സിലുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ കുടുംബങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ ഹസൻ ഉസ്താദ്, അതുപോലെ KB മുഹമ്മദ് ഫൈസി, സുലൈമാൻ ഫൈസി ഇർഫാനി, അബൂബക്കർ ഫൈസി ഇർഫാനി, മൊയ്തീൻ ഫൈസി ഇർഫാനി, സൈദലി ഫൈസി ഇർഫാനി, നാസർ ഫൈസി ഇർഫാനി തുടങ്ങി എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ യോഗം നിയന്ത്രിക്കുന്നത് നമ്മെ അന്ന് മുതൽ ഇന്ന് വരെ നിയന്ത്രിച്ചു വരുന്ന മഹാനായ ശൈഖുന ഉസ്താദ് അവരാണ്. മഹാനവറുകളോട് വളരെ താഴ്മയോടുകൂടി ഈ അധ്യക്ഷപദം ഏറ്റെടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കും. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد رحمة للعالمين وعلى آله الطيبين الطاهرين وأصحابه الهداة المهتدين والتابعين لهم بإحسان إلى يوم الدين. أما بعد. إماتايا ഇർഫാനിയുടെ എല്ലാമായ നമ്മുടെയൊക്കെ മുറബിയായ ബഹുമാനമുള്ള ശൈഖുനൽ കരീം ഹഫിളഹുമുല്ലാഹു തആല വനഫഅന അല്ലാഹു തആല ബിഉലൂമിഹിം വഅസ്റാറിഹിം വഅൻവാരിഹിം വബറകാതിഹിം ഫിദ്ദീനി വദ്ദുനിയ വൽആഖിറ. ബഹുമാനമുള്ള ഈ സ്ഥാപനത്തിൻ്റെ മാനേജറായിട്ടുള്ള സാഹിബൽ മൗല അഹ്മദ് വലിയുല്ലാഹി ഹഫിളഹുമുല്ലാഹു തആല വനഫഅന അല്ലാഹു തആല ബിഉലൂമിഹിം വഅസ്റാറിഹിം വഅൻവാരിഹിം വബറകാതിഹിം ഫിദ്ദീനി വദ്ദുനിയ വൽആഖിറ. ബഹുമാനമുള്ള മൗല അൽ കരീം ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് അവരുടെ പ്രിയപ്പെട്ട മകനായ ഹഫിളഹുല്ലാഹു തആല, ബഹുമാനമുള്ള ഉലമാക്കളെ, മഹത്തുക്കളെ, ഉസ്താദുമാരെ, ബഹുമാനികളെ, വളരെ ബറക്കത്താക്കപ്പെട്ട ഇർഫാനിയയിൽ ബറക്കത്താക്കപ്പെട്ട ഒരു മജ്ലിസിൽ ബഹുമാനമുള്ള ശൈഖുനയുടെ നേതൃത്വത്തിൽ ഹഫിളഹുമുല്ലാഹു തആല തുടക്കം കുറിച്ച ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട ഒരു മജ്ലിസിൽ പങ്കെടുക്കാൻ
അള്ളാഹു നമുക്ക് വലിയ നിഅമത്ത് ചെയ്തു. അൽഹംദുലില്ലാഹി കസീറ. ഞാൻ ഈ മഹത്തായ ഇവിടുത്തെ ഹളറത്തിൽ നിന്ന് ഓതിയ ബഹുമാനമുള്ള ഉസ്താദുമാരുടെ അടുത്ത് കിതാബ് ഓതിയ ഒരു ചെറിയ മുതഅല്ലിമാണ്. ബഹുമാനമുള്ള അബ്ദുൽ നസീർ ഉസ്താദ് ഹഫിളഹുല്ലാഹു തആല, ബഹുമാനമുള്ള കുന്നബ്ദുൽ ഉസ്താദ് ഹഫിളഹുല്ലാഹു തആല, അവരത്തൊക്കെ ഞാൻ കിതാബ് ഓതിയ ചെറിയൊരു മുതഅല്ലിമാണ്. അന്നു മുതലേ ഈ മഹത്തായിരിക്കുന്ന ഹളറത്തിൽ സ്ഥാപനത്തിൽ അതിൽ പങ്കെടുക്കാനുള്ള വലിയ നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു. ബഹുമാനപ്പെട്ട ശൈഖു മശായിഖിന അൽ ഇമാം അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു, ബഹുമാനമുള്ളവരുടെ അൽ മുൻഖിദു മിനൽ ളലാൽ എന്ന് പറയപ്പെടുന്ന കിതാബിൽ പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്. ഇന്നി അലിംതു യഖീനൻ, എനിക്ക് പരിപൂർണമായ ഉറപ്പായി, അന്ന സൂഫിയത്ത, സൂഫിയാക്കൾ, മഹത്തുക്കൾ, പരിശുദ്ധാത്മാക്കൾ, ഹും, അവരാണ്, അസ്സാലികൂന ലിത്വരീഖില്ലാഹി തആല ഖാസ്സ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രത്യേകമായി പ്രവേശിച്ചവർ എന്ന് എനിക്ക് ഉറപ്പായി എന്ന് ശൈഖു മശായിഖിന അൽ ഇമാം അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയാം. വ അന്ന സീറത്തുഹും അഹ്സനു സിയർ, അവരുടെ ജീവിത രീതിയാണ് ഏറ്റവും നല്ല ജീവിത രീതി എന്നെനിക്ക് ഉറപ്പായി. വ അന്ന ത്വരീഖഹും അസ്വബു തുറുഖി, അവരുടെ വഴിയാണ് ശരിയായ വഴി എന്ന് എനിക്ക് ബോധ്യമായി. വ അന്ന അഖ്ലാഖഹും, അവരുടെ സ്വഭാവമാണ് അസ്കൽ അഖ്ലാഖി, ഏറ്റവും പരിശുദ്ധമായ സ്വഭാവമെന്ന് എനിക്ക് ബോധ്യമായി എന്ന് ശൈഖു മശായിഖിന അൽ ഇമാം അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു പറയാം. ബൽ ലൗ ജമിഅ അഖ്ലുൽ ഉഖലാഇ വ ഹിക്മത്തുൽ ഹുകമാഇ, ബഹുമാനപ്പെട്ട ഗസാലി ഇമാം പറയാണ്, എന്നല്ല ലോകത്തുള്ള മുഴുവൻ ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഒരുമിച്ച് കൂട്ടിയാലും, വ ഹിക്മത്തുൽ ഹുകമായി, തത്വജ്ഞാനികളുടെ തത്വജ്ഞാനം ഒരുമിച്ച് കൂട്ടിയാലും, വ ഇൽമുൽ വാഖിഫീന അലാ അസ്റാറി ശർഇ മിനൽ ഉലമായി, ശർഇൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയ പണ്ഡിതന്മാരുടെ മുഴുവൻ ഇൽമ ഒരുമിച്ച് കൂട്ടിയാലും, ലിയുഗയ്യിറു ഷൈഅൻ മിൻ സിയരിഹിം, ആ മഹാന്മാരായ സൂഫികളുടെ ഏതെങ്കിലും നടപടിക്രമങ്ങൾക്ക് മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട്, ഔ യുബദ്ദിലു ബിമാ ഹുവ ഖൈറും മിൻഹു, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല ഒരു മാർഗം പകരമായി കൊണ്ടുവരാൻ വേണ്ടി ലോകത്തുള്ള മുഴുവൻ ബുദ്ധിജീവികളും ഹുക്കമാക്കളും പണ്ഡിതന്മാർ വിചാരിച്ചാലും, ലൻ യജിദു ഇലാ ദാലിക സബീല, ഒരിക്കലും അതിന് സാധ്യമല്ല, അതിനൊരു വഴിയും അവർ കണ്ടെത്തുകയില്ല. ഫഇന്ന ജമീഅ ഹറകാതിഹിം വസകനാതിഹിം ഫീ ളാഹിരിഹിം വബാതിനിഹിം, അവരുടെ എല്ലാ അടക്കങ്ങളും അനക്കങ്ങളും, അവരുടെ ബാഹ്യവും ആന്തരികവുമായ എല്ലാ ചലനങ്ങളും, മുക്തബസത്തുൻ, അത് മുഴുവൻ സ്വീകരിച്ചിരിക്കുന്നത്, കൊളുത്തിയെടുത്തിരിക്കുന്നത്, മിൻ നൂരി മിഷ്കാത്തിൻ നുബുവത്തി, നുബുവത്തിൻ്റെ, ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളക്കുമാടത്തിലെ മഹാപ്രകാശത്തിൽ നിന്നാണ്. വലൈസ വറാഅ നൂരിൻ നുബുവത്തി, ആ നുബുവത്തിൻ്റെ പ്രകാശത്തിനപ്പുറമില്ല, അലാ വജ്ഹിൽ അർളി, ഭൂമിയുടെ മുകളിൽ, നൂറുൻ യുസ്തലാഉ ബിഹി, ഒരു പ്രകാശം സ്വീകരിക്കാൻ പറ്റിയ ഒരു പ്രകാശവും വേറെയില്ല. അതുകൊണ്ട് മഹാന്മാരായ സൂഫികളുടെ ഔലിയാക്കന്മാരുടെ വഴിയാണ് ഏറ്റവും ശരിയായ വഴി എന്ന് എനിക്ക് പരിപൂർണമായും ബോധ്യപ്പെട്ടു എന്ന് ശൈഖു മശായിഖിന അൽ ഇമാം അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അള്ളാഹു നമുക്ക് വലിയ ഭാഗ്യം തന്നിരിക്കുകയാണ്. പരിശുദ്ധ റജബ് മാസത്തിൽ നമ്മൾ ഓർക്കുന്നത് ശൈഖു മശായിഖിന ഖാജ സുൽത്താനുൽ ഹിന്ദ് ഖാജ ഗരീബ് നവാസ് റളിയല്ലാഹു അൻഹു,
ونفعنا الله تعالى بعلومهم وأسرارهم وأنوارهم وبركاتهم في الدين والدنيا والآخرة. ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, 90 ലക്ഷം ആളുകൾ അള്ളാഹുവിൻ്റെ നൂറ് ബഹുമാനപ്പെട്ടവർ മുഖേന സ്വീകരിച്ചു. അത് മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിങ്ങൾ ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു മഹത്തായ യാഥാർത്ഥ്യമാണ്. അവരിലൂടെയാണ് ഈ ഇന്ത്യയിൽ ഇസ്ലാമിൻ്റെ പ്രകാശം സൂര്യപ്രകാശം പോലെ ഉദിച്ചുയർന്നത് എന്ന് അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് എന്ന കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് എഴുതിയ ഒരു ചരിത്ര ഗ്രന്ഥം ഞാൻ മുത്താല ചെയ്തപ്പോൾ അതിൽ എനിക്ക് കാണാൻ സാധിച്ചു. ബഹുമാനപ്പെട്ടവരുടെ അൽഖാബുകൾ, ബഹുമാനപ്പെട്ടവരുടെ ബഹുമതി നാമങ്ങൾ ഒരുപാടുണ്ട്. അതിൽപ്പെട്ട ഒരു ബഹുമതി നാമമാണ് നായിബുർ റസൂൽ ഫിൽ ഹിന്ദ്. ഇന്ത്യയിൽ മുത്തഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നായിബാണ് ഷെയ്ഖ് മശായിഖിന സുൽത്താനുൽ ഹിന്ദ് റളിയല്ലാഹു അൻഹു. സുബൈരി എന്ന് പറയപ്പെടുന്ന ഒരാൾ, ഒരു രചയിതാവ്, അദ്ദേഹത്തിൻ്റെ മുഈനുൽ അർവാഹ് എന്ന കിതാബിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബഹുമാനമുള്ള മശായിഖന്മാരിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈമാനിൻ്റെ നൂറ് ഈ ലോകത്ത് വളരെ വ്യാപിച്ചത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് പലപ്പോഴും അവിടെ നിന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. ഈ തസ്കിയത്ത് എന്ന് പറയപ്പെടുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയതായിരിക്കുന്ന ഒരു ദൗത്യമാണ്. അത് ഇവിടുത്തെ മഹാന്മാരായ മശായിഖന്മാർ, ഔലിയാക്കന്മാർ മുഖേന മാത്രമേ നടക്കുകയുള്ളൂ. ലോകത്തൊരുപാട് ഇസ്ലാമിക സ്ഥാപനങ്ങളുണ്ട്, പക്ഷേ അവിടെയൊന്നും തർബിയത്ത്, തസ്കിയത്ത് നടത്താനുള്ള മുറബിയായ മശായിഖന്മാരില്ല. അതുകൊണ്ട് തന്നെ ഇർഫാനിയിൽ കാണുന്ന അച്ചടക്കമോ അല്ലെങ്കിൽ ഇർഫാനിയിൽ നിന്ന് കിട്ടിയ തർബിയത്തോ മറ്റെവിടെ നിന്നും ലഭിക്കുകയില്ല എന്ന് പൂർണ്ണമായിട്ടും ബോധ്യമായതാണ്. എല്ലാവരും തന്നെ അത് നേരിട്ട് അനുഭവിച്ച് നേരിട്ട് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു മഹത്തായിരിക്കുന്ന സത്യമാണ്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട അൽ ഗൗസുൽ ആലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് നഫഅനല്ലാഹു തആല ബിഉലൂമിഹിം വഅസ്റാറിഹിം വഅൻവാരിഹിം വബറകാതിഹിം ഫിദ്ദീനി വദ്ദുനിയ വൽആഖിറ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ദുനിയാവിൽ ഒരുപാട് നന്മകൾ ഞാൻ പരിശോധിച്ചു നോക്കി, പക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ട നന്മ ഇത്ആമുത്തആം, ഭക്ഷണം നൽകലാണ് എന്ന് എനിക്ക് ബോധ്യമായി. അതും ഈ മഹത്തായിരിക്കുന്ന സ്ഥാപനത്തിലൂടെ എല്ലാ ദിവസവും സമ്മേളനം നടക്കുമ്പോഴും അതുപോലെ തന്നെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മഹാന്മാരായ മശായിഖന്മാരുടെ കേന്ദ്രങ്ങളിൽ എല്ലാവർക്കും ബഹുമാനപ്പെട്ടവരുടെ ആ ത്വരീഖത്തിൻ്റെ, മഹാന്മാരായ മശായിഖന്മാരുടെ ത്വരീഖത്തിൻ്റെ ആ വഴിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒരുപാട് മലാജിഉ ഇൻസാനിയ, ബഹുമാനപ്പെട്ട മശായിഖന്മാരുടെ കേന്ദ്രങ്ങൾ മനുഷ്യന്റെ അഭയ കേന്ദ്രങ്ങളാണ് എന്ന് അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. അവരാണ് എല്ലാവരുടെയും എല്ലാവിധ പ്രശ്നങ്ങളും വേദനകളും പ്രയാസങ്ങളും പരിഹരിക്കുന്ന കേന്ദ്രങ്ങൾ. അതുകൊണ്ട് തന്നെ എല്ലാ ജാതി മതസ്ഥരും മഹാന്മാരായ മശായിഖന്മാരുടെ സൂഫികളുടെ കേന്ദ്രത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിച്ച ഒരു കിതാബിൽ ഇങ്ങനെ പറയുന്നു, സുന്നിയല്ലാത്ത ആളാണെങ്കിലും അയാൾ പറയുന്നത് അസ്സൂഫിയ ഹും ഫാത്തിഹുൽ ഖുലൂബ്, സൂഫികളാണ് ഹൃദയങ്ങളെ കീഴടക്കിയവർ. അവരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ വെളിച്ചം ലോകത്ത് പ്രബോധനം ചെയ്തത് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. അവരിലൂടെയാണ് സ്നേഹവും സമത്വവും സാഹോദര്യവും കാരുണ്യവും എല്ലാ നന്മകളും ലോകത്ത് വെളിവായത്. അവരാണ് ഇസ്ലാമിൻ്റെ സൗന്ദര്യം ലോകത്തിന് വെളിപ്പെടുത്തിയത്. അവരിലൂടെയാണ് ശാന്തിയും സമാധാനവും ലോകത്ത് നിലനിന്നത് എന്ന് വളരെ വ്യക്തമായി ലോകത്തെ എല്ലാ നിഷ്പക്ഷ ചരിത്രകാരന്മാരും രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന അലിയുൽ ഹമദാനി റളിയല്ലാഹു തആല സുഹ്റവർദിയ തരീഖത്ത് കൊണ്ടുവന്ന ബഹുമാനപ്പെട്ടവരിലൂടെയാണ് കാശ്മീരിൽ വ്യാപകമായിട്ട്
ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ടവർ ആദരിച്ചുകൊണ്ട് ഇന്ന് ലോകം മുഴുവൻ, ഈ ഇന്ത്യ രാജ്യം മുഴുവൻ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ആദരവോടുകൂടി ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ എന്ന് പറയുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ ഷെയ്ഖ് പറയുകയുണ്ടായി, നിങ്ങളെല്ലാവർക്കും തണൽ നൽകുന്ന ഒരു വൃക്ഷമായിട്ട് നിങ്ങൾ നിലകൊള്ളണം. അങ്ങനെ 70 വർഷക്കാലം ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ എല്ലാ ജാതി മതസ്ഥർക്കും തണലും എല്ലാ ആശ്വാസവും നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഒരു വലിയ ഒരു വെളിച്ചമാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ ആ മശായിഖന്മാരുടെ ആ കണ്ണിയിൽ വന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുനൽ ജലീൽ, ഷെയ്ഖുനൽ കരീം വ മുറബ്ബീനൽ ഖദീർ ഹഫിളഹുമുല്ലാഹു തആല, ബഹുമാനപ്പെട്ടവരുടെ തർബീയത്തിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കഴിയാനുള്ള ഭാഗ്യം നമുക്ക് അല്ലാഹു എത്തിച്ചു തന്നിരിക്കുകയാണ്. ബഹുമാനമുള്ള ഷെയ്ഖുനൽ കരീം ഹഫിളഹുമുല്ലാഹു തആല വ നഫഅന അല്ലാഹു തആല ബിഉലൂമിഹിം വ അസ്റാറിഹിം വ അൻവാരിഹിം വ ബറകാതിഹിം ഫിദ്ദീൻ വ ദുനിയ വൽ ആഖിറ. ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ കൂടെ ദുനിയാവിലും ആഖിറത്തിലും ഒന്നിച്ചു കഴിയാൻ, സ്വർഗ്ഗത്തിൽ ഒന്നിച്ചു കഴിയാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവരുടെ തർബീയത്തിൽ ഞങ്ങളെ ആക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യം ബറക്കത്തിന് ഓതിക്കൊണ്ട് ഈ മഹത്തായ പരിപാടിയിൽ ഞാനും വിനീതനായി അണിചേരുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ മഹത്തായ യോഗത്തിൽ പ്രഭാഷണം നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട അസം മുസ്ലിയാർ ഏരിയം അവരുകളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.